പ്രിയ പ്രേക്ഷകരെ, ലോകത്തിന്റെ നെറുകയിലേക്ക് ഇന്ത്യ പുതിയൊരു ചുവടുവയ്പ് കൂടി നടത്തിയിരിക്കുകയാണ്. ആകാശത്ത് പറക്കുന്ന ഏറ്റവും കരുത്തുറ്റ വിമാനങ്ങളുടെ എഞ്ചിൻ ഭാഗങ്ങൾ ഇനി നമ്മുടെ സ്വന്തം നാട്ടിൽ നിർമ്മിക്കാൻ പോവുകയാണ്. കേവലം ഒരു വാർത്തയല്ല ഇത്, ഇന്ത്യയുടെ സാങ്കേതിക മുന്നേറ്റത്തിനും ആഗോളതലത്തിലുള്ള വിശ്വാസ്യതയ്ക്കും ലഭിച്ച വലിയൊരു അംഗീകാരം കൂടിയാണിത്. എന്തുകൊണ്ടാണ് ഈ വാർത്ത ഇന്ത്യക്ക് അഭിമാനകരമാകുന്നത്? നമുക്ക് ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. വിമാന നിർമ്മാണ രംഗത്തെ ആഗോള ഭീമന്മാരായ സഫ്രാൻ എയർക്രാഫ്റ്റ് എഞ്ചിൻസ് ഒരു വലിയ തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ലോക പ്രശസ്തമായ CFM ലീപ്പ് എഞ്ചിൻ പ്രോഗ്രാമിന് ആവശ്യമായ ഘടകങ്ങൾ ഇനി നിർമ്മിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇതിനായി അവർ ഇന്ത്യയിലെ പ്രമുഖരായ നെറ്റർവാല ഗ്രൂപ്പിന്റെ കീഴിലുള്ള യൂണിട്രൈടെക് എന്ന സ്ഥാപനവുമായി കൈകോർത്തിരിക്കുകയാണ്. കർണാടകയിലെ ധാർവാഡിയിലുള്ള ഇവരുടെ അത്യാധുനിക കേന്ദ്രത്തിലാണ് ഈ നിർമ്മാണം പ്രവർത്തനങ്ങൾ നടക്കുക. ഇനി നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് സഫ്രാൻ ഇന്ത്യയെ തന്നെ തിരഞ്ഞെടുത്തത് എന്ന്. അതിന് വ്യക്തമായ കാരണമുണ്ട്. ലീപ്പ് 1A, ലീപ്പ് 1B തുടങ്ങിയ അത്യാധുനിക വിമാന എഞ്ചിനുകൾ ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകളിൽ ഒന്ന് തന്നെയാണ്. ഫ്രാൻസിലെ സഫ്രാനും അമേരിക്കയിലെ GE എയറോസ്പേസും ചേർന്നുള്ള ഒരു സംരംഭമാണിത്. ഉയർന്ന ഇന്ധനക്ഷമതയ്ക്കും ഈടുനിൽപ്പിനും പേര് കേട്ട ഈ എഞ്ചിനുകൾക്കായി അലൂമിനിയം കാസ്റ്റിംഗ് ഭാഗങ്ങളാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. അതായത് കേവലം അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കുക മാത്രമല്ല, കൃത്യമായ അളവിലുള്ള മിനുക്കുപണികളും പ്രത്യേക ട്രീറ്റ്മെന്റുകളും എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുമെന്നതാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ കരുത്ത് നമ്മളെ കാണിക്കുന്നത്. ഈ പങ്കാളിത്തത്തെക്കുറിച്ച് സഫ്രാൻ എയറോസ്പേസിന്റെ വൈസ് പ്രസിഡന്റായ ഡൊമിനിക് ഡ്യൂപ്യൂയി പറഞ്ഞത്, ഇന്ത്യയിലെ ആദ്യത്തെ അലൂമിനിയം ഫൗണ്ടറി പങ്കാളിയാണ് യൂണിട്രൈടെക് എന്നതാണ്. ഇത് ഇന്ത്യയുടെ ആഗോള വിതരണ ശൃംഖലയെ കൂടുതൽ ശക്തമാക്കും. നെറ്റർവാല ഗ്രൂപ്പിന്റെ ഗ്ലോബൽ മെറ്റലർജി ബിസിനസ് മേധാവി കുൽദീപ് ഭാനും വ്യക്തമാക്കുന്നത്, ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവും സാങ്കേതിക മുന്നേറ്റവും ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്ന നിമിഷമാണിത് എന്നതാണ്. ലോകോത്തര നിലവാരമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമുക്കിത് നിർമ്മിക്കാൻ സാധിക്കും എന്നതും അദ്ദേഹം പറയുന്നുണ്ട്. പ്രിയ പ്രേക്ഷകരെ, ഒരു കാര്യം വ്യക്തമാണ്, ലോകത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികൾ പോലും ഇപ്പോൾ ഇന്ത്യയെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം വളർന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ കൃത്യതയും വിശ്വാസ്യതയുമാണ് ഇതിലൂടെ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ലോകത്തിന് ആവശ്യമായ സാങ്കേതിക വിദ്യകൾ നിർമ്മിച്ചു നൽകുന്ന തലത്തിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാനാകും. ഇന്ത്യയുടെ ഈ അഭിമാനകരമായ മുന്നേറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി കാത്തിരിക്കുക. ജയ് ഹിന്ദ്.